ഇന്നത്തെ പരിപാടി എന്താണെന്നാ? ഇന്ന് നമ്മൾ തൈര് കെട്ടാൻ പോവാണേ. തൈര് ഉറച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ കെട്ടുന്നതെന്ന് നോക്കാം. വാ. ഇതുണ്ടോ തൈര് ഉറച്ചു വെച്ചേക്കുന്നത്? ഇനി നമ്മൾ ഇളക്കുന്ന കാണിക്കാവേ. ഇങ്ങനെയാണ് തൈര് ഉറച്ച് കഴിയുമ്പോൾ ഇനി ഇളക്കിയെടുക്കും. ഇളക്കിയിട്ട് കണ്ടോ, ഇളക്കിക്കഴിഞ്ഞ് നമ്മളിത് കപ്പിനകത്ത് അളന്നിട്ടാണ് ഓരോ കൂട്ടിനകത്താക്കി കെട്ടുന്നത്. കാണിക്കാവേ. നമ്മൾ ഇങ്ങനത്തെ കുറെ പ്ലാസ്റ്റിക് കൂടുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 250 രൂപയൊക്കെ വിലയുള്ള 1 കിലോ അങ്ങനെ നമുക്ക് കിട്ടും വാങ്ങിക്കാൻ. നമ്മളതിങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാലുറച്ച് 2 നേരം, രാവിലത്തേതും വൈകുന്നേരത്തേതും നമ്മളിങ്ങനെ പാലുറച്ച് തൈരാക്കി എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അത് കടകളിൽ കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ കവർ എടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ കപ്പിനകത്ത് അളന്നെടുക്കും. ഇത് 1/2 ലിറ്ററിന്റെ കപ്പാണേ. ഇനി ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കും. എന്നിട്ട് ഇതും കൊണ്ട് തന്നെ നമ്മളിനി പിരിച്ചങ്ങ് കെട്ടുക ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന തീരെ കുഞ്ഞു കൂടായിരിക്കും, ക്വാളിറ്റിയും കുറവായിരിക്കും. അപ്പം നമ്മൾ തന്നെ ചെയ്യും, അത് ഇങ്ങനെ കെട്ടാനായിട്ട് തികയത്തില്ല. അപ്പം നമ്മൾ അതിന് പകരമായിട്ട് റബ്ബർ ബാൻഡ് വാങ്ങിക്കും. റബ്ബർ ബാൻഡ് വാങ്ങിച്ചിട്ട് വിത്തലിടും. ഇതിപ്പം 1/2 ലിറ്റർ തൈര, അതങ്ങനെ വെച്ചു. ഇതുപോലെ തന്നെ അടുത്ത കവർ എടുത്തു. ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ അടുത്ത തൈര് അളക്കുന്നു. ഇത് നല്ല പണിയാണ് കേട്ടോ, നല്ല സമയം ചിലവുള്ള പണി തന്നെയാണ്. നമുക്കിത് തൈര് വെച്ചൊന്നും മാറാൻ പറ്റത്തില്ലല്ലോ, തൈര് പുളിച്ചു പോകത്തില്ലേ. അപ്പം നമ്മൾ ഇത് ആ സമയം കറക്റ്റ് നോക്കി നിന്ന് പുളിച്ചു പോകാതെ തൈരെടുത്ത് കെട്ടി വെക്കേണ്ടതാണ്. നമ്മളിതെല്ലാം എടുത്ത് ഫ്രിഡ്ജിനകത്താണ് വയ്ക്കാറ്. ഇന്നത്തെ ഇപ്പം കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കൊണ്ടുപോയി കടകളിൽ കൊടുക്കും. അങ്ങനെ ചെയ്യും. ഇനി അടുത്തത് എടുക്കാൻ പോണേ. നമ്മളിങ്ങനെ കോരിയെടുക്കും. ഇങ്ങനെ എല്ലാം നമ്മളിങ്ങനെ ഇതുപോലെ കെട്ടും. അടുത്തത് നമ്മൾ കെട്ടിയിട്ടുണ്ടേ. നമ്മളിപ്പോൾ 2 കടയിൽ കൊടുക്കുന്നുണ്ട് തൈര്. നേരത്തെ 3 കടയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കടയിൽ 20 തൈരും ഒരു കടയിൽ 15 തൈര് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. ചില സമയത്ത് മഴയൊക്കെ ആണെങ്കിൽ തൈരിന് നല്ല ചിലവ് കുറവായിരിക്കും. അപ്പം നമ്മൾ കൂടുതലായിട്ട് പാല് സൊസൈറ്റിക്ക് കൊടുക്കും. ചിലവുള്ളപ്പോൾ കടയിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ 2-3 വീട്ടുകാർ വാങ്ങിക്കുന്നുണ്ട് നമ്മളോട് പാല്. അങ്ങനെയൊക്കെ നമ്മുടെ പാല് വിറ്റ് പോകുന്നത്. ഇനി ഇതും കെട്ടാൻ പോണേ. രാവിലെ വൈകുന്നേരം ഇതുപോലെ തൈര് കെട്ടുള്ളൂ കേട്ടോ. എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഈ തൈര് കെട്ടും കൂടെ നല്ലൊരു പണിയാണ്. പിന്നെ തൈരായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടും. അതോർക്കുമ്പോൾ തൈരുണ്ടാക്കാനായിട്ട് വിചാരിക്കും. നമുക്കൊരു 10 മിനിറ്റൊക്കെ നഷ്ടമുണ്ട്. ഇങ്ങനെ 10 അല്ല, ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റൊക്കെ നമുക്കിതുപോലെ നഷ്ടമാണ് ഒരു നേരം തൈര് കെട്ടാൻ വേണ്ടി.
അപ്പം നമ്മുടെ വൈകുന്നേരത്തെ തൈര് കെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കുറച്ച് തൈരേ ഉള്ളൂ കേട്ടോ. അതിനെന്ന് ചോദിച്ചാൽ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് അധികം പാലില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ തൈരെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫ്രിഡ്ജിലോട്ട് മാറ്റും. എന്നിട്ട് നാളെ രാവിലത്തേതും ഇതും ഇന്ന് രാവിലത്തെ എല്ലാം കൂടെ കൂട്ടി കൊടുക്കും.